മക്കളെ, ഇന്ന് ക്ലാസ് 3യുടെ EVS എക്സാം ആയിരുന്നു അല്ലേ? അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻസിൽ പറയാം. ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ ലൈവ് ഇന്നലെ നമ്മുടെ ലൈവ് കണ്ടിട്ടുള്ള മക്കൾക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് A ഗ്രേഡിലോട്ട് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇനി അഥവാ മാർക്കറ്റ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ. അടുത്ത എക്സാം നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറാക്കാം. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ നമ്മളെല്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ വളരെ സന്തോഷമാണ്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്നുള്ളത്. യെസ്, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ആരും പേടിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഓരോ ചോദ്യം നോക്കിയാലോ മിസ്? ഓക്കെ, ആദ്യത്തെ നിറഞ്ഞ ചിത്രം തന്നിട്ടുണ്ട്. അത് നിരീക്ഷിച്ചിട്ട് എന്ത് റോഡ് നിയമമാണ് അല്ലെങ്കിൽ ഏത് റോഡ് നിയമമാണ് ഇവിടെ തെറ്റിച്ചതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഈ കുട്ടി ഇതാ കയ്യും തലയൊക്കെ പുറത്തിട്ടിട്ടാണ് ഇരിക്കുന്നത്. അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ട്രാഫിക് റൂൾ ആണ് അല്ലേ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി പറ്റും അല്ലേ? അതാണ് അതിന്റെ കാരണം. അതായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അല്ലേ? പിന്നെ ഉള്ളത് നാം പാലിക്കേണ്ട മറ്റൊരു റോഡ് നിയമമാണ് വലതുവശം ചേർന്ന് നടക്കുക, അതുപോലെ സീബ്ര ക്രോസിങ്ങിലൂടെ നടക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. കുറേ റോഡ് നിയമങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചുവടെ നൽകിയിരിക്കുന്നത്, ഇത് ഇന്നലെ നമ്മൾ ഡിസ്കസ് കറക്റ്റ് നമ്മൾ ഇത് എഴുതിയതാണല്ലേ ഇതേ സൈന് വെച്ചിട്ട്. അപ്പൊ അതെന്താണ്, C ആണല്ലോ ഇവിടെ തന്നിട്ടുള്ളതിൽ. എന്താണ്, അടുത്ത സ്കൂൾ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇവിടെ. ഓക്കെ, ഇനി അടുത്തതിലെ നോക്കിക്കഴിഞ്ഞാൽ പ്രസ്താവന അല്ലേ? പ്രസ്താവന തന്നിട്ടുണ്ട്, കാരണവും തന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഏതാണ് പ്രസ്താവന, ഇതിൽ ഏതോ ഒന്ന് തെറ്റാണോ ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ D ആണ് അല്ലേ, പ്രസ്താവനയും. അതായത് ഇപ്പോൾ പ്രസ്താവന നോക്കുകയാണെങ്കിൽ കാൽനട യാത്രക്കാർ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം. അത് കറക്റ്റ് ആണ്. എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലതുവശം ചേർന്ന് നടക്കുന്നത്, റൈറ്റ് സൈഡിലൂടെ നടക്കുന്നത്. അപ്പോൾ പ്രസ്താവനയും റീസണും ശരിയാണ്. അപ്പോൾ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ D ആണ് വരിക. യെസ്. ഇനി അടുത്ത നമ്മുടെ ഫസ്റ്റ് എയ്ഡ് റിലേറ്റഡ് ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പിക്ചർ അതേപോലെ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ മിസ് നിങ്ങൾക്ക് ക്ലാസ്സിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെ അല്ലേ? പിന്നെ നമുക്ക് ചതവ് പറ്റിയ ഭാഗത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഐസ് പാക്ക് വെക്കുകയാണല്ലേ ചെയ്യണം. അപ്പം പിന്നെ നീര് വേദനയ്ക്കൊക്കെ കുറവുണ്ടാവും. പിന്നെ ഇനി അസ്ഥി ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിയിടേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു മരസ്കെയിലൊക്കെ വെച്ചിട്ട് ആ ഭാഗം ഒന്ന് നമ്മൾ കെട്ടി വെക്കണം അല്ലേ? ആ ചലനം, അതായത് മൂവ്മെന്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ. ഇനി അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉൾപ്പെടാത്തതിനെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെൻസിലോ നോട്ട്ബുക്കോ മണലോ ഈർക്കിലോ ഒന്നും എവിടെ ഉണ്ടാവില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവില്ല. അതെല്ലാം സിമ്പിൾ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും. യെസ്, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഇനി അതേപോലെ ശരിയായതിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇതും നമ്മൾ നോക്കിയതാണ്. ഇതാണ്, പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് തേന് പുരട്ടാൻ പറ്റുമോ? പാടില്ല. പൊടി വീണാൽ കണ്ണിങ്ങനെ ഇരുന്ന് തിരുമണോ? വേണ്ട. പിന്നെ ചെവിക്കുള്ളിൽ വസ്തുക്കൾ കയറ്റാൻ വേണ്ടി പാടില്ല അല്ലെ? അത് ശരിയാണ്. തലയിടിച്ച് മുഴച്ചാൽ അമർത്തി തിരുമണം? പാടില്ല. ഇല്ല അല്ലെ? അപ്പൊ C ആണ്. ഓക്കെ, പിന്നെ അത് പറയുന്നത് അടുക്കള തോട്ടാണ്. നമുക്കിതിൽ കുറച്ച് പച്ചക്കറികൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് ഇലകൾ, അതിന്റെ പച്ചക്കറികളിലെ ഇലകൾ കഴിക്കാൻ പറ്റുന്ന ഏതൊക്കെയാന്ന് ചോദിച്ചു അല്ലെ? മുരിങ്ങ, പിന്നെ അതുപോലെ ചീര. ഓക്കെ, പിന്നെ അതുപോലെ പിന്നെ വേവിച്ചും വേവിക്കാതെയും കഴിക്കാവുന്നത് ആപ്പിള്, ക്യാരറ്റ് അല്ലേ? പിന്നെ തക്കാളി അതൊക്കെ കഴിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആപ്പിൾ എഴുതാൻ പറ്റുന്നുണ്ടായിരിക്കില്ല കേട്ടോ. കാരണം പച്ചക്കറികളല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് വേറെ എഴുതാം. ആപ്പിൾ കിട്ടിയാൽ മതി. യെസ്, ക്യാരറ്റ് നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന പച്ചക്കറിയാണ്. അതേപോലെ തന്നെ നമ്മുടെ കുക്കുംബർ അല്ലേ? കുക്കുംബർ ഒക്കെ നമുക്ക് കഴിക്കാം. വെള്ളരിയൊക്കെ നമ്മൾ വെറുതെ കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ക്യാരറ്റ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ക്യാരറ്റ് എഴുതിയ ഓക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യുക്കുംബ എന്താണെന്നുള്ളത് നിങ്ങൾ വെള്ളരി എഴുതി കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം വെള്ളരി. ഓക്കെ, സെറ്റ്. ഇനി പൂക്കൾ ഭക്ഷണമായിട്ട് കഴിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ്? ബനാന ഫ്ലവർ അല്ല, മറ്റേ ഈ പൂവിന്റെ വാഴക്കൂമ്പ്. അതന്നെ വാഴക്കൂമ്പ്. അതേപോലെ തന്നെ നമ്മുടെ മുരിങ്ങേന്റെ പൂവും നമ്മൾ കറി തോരനൊക്കെ വെക്കും അല്ലെ? പിന്നെ പഴമായും പച്ചക്കറിയായിട്ടുള്ളതാണ് ടൊമാറ്റോ. പിന്നെ അതുപോലെ ബനാന അല്ലെ? നല്ല പഴുത്താ കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിട്ട്. എന്താണ്, പച്ചവാഴ, വാഴക്ക, പച്ചക്കായ. പിന്നെ ശരിയായ ജോഡിയാണ്. വളരെ വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലെ? അപ്പൊ ആദ്യം മണ്ണ് എന്തിനാണ്? കൃഷിക്കാണോ? കൃഷിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ണ്. ഓക്കെ, പിന്നെ കുളം എന്ന് പറയുന്നത് വാട്ടർ സോഴ്സ് ആണ്.
അല്ലേ, ജലസ്രോതസ്. ഡ്രൈ ഡേ നമ്മൾ പഠിച്ച കാര്യമാണ്. കൊതുക് നിവാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി ശുചിത്വം അല്ലെ, പേഴ്സണൽ ഹൈജീനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ബി ആണോ എന്റെ കുട്ടികൾ എല്ലാവരും മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കമന്റ്സിലൂടെ അറിയിക്കാം കേട്ടോ. ഇനി അടുത്തതാ നോക്കിക്കേ. ഇതും നമ്മൾ നോക്കിയ സാധനമാണ്, നമ്മൾ പഠിച്ച സാധനമാണ്, നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത അല്ലെ. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. തമിഴ്നാടും ഉണ്ട് ഇതാ അല്ലെ. കേരളം അവിടെയാണ് നമ്മൾ കേരളം, ഇവിടെ തമിഴ്നാട്, ഇത് അവിടെ തൊട്ടടുത്ത് ആരുണ്ട്, കർണാടക ഉണ്ട് അല്ലെ. നമ്മൾ വയനാടിന്റെ കേസൊക്കെ പ്രത്യേകം പറഞ്ഞു. ഇത് രണ്ടുമായിട്ട് അതിർത്തി വിടുന്നത് വയനാട് മാത്രമേ ഉള്ളൂ എന്ന്. ഇനി നമ്മൾ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന സമുദ്രം എന്ന് പറയുന്നത് അറേബ്യൻ സീ ആണ് അല്ലെ, അറബിക്കടലാണ്. ഓക്കെ, പിന്നെ കേരളത്തിലെ ജില്ലകൾ അത് നോക്കിക്കോ. ഇതും നമ്മൾ ചെയ്ത കാര്യമാണ്. കടൽ തീരമുള്ളത് ഇല്ലാത്തത് അല്ലേ. കടൽ തീരമുള്ളത് 9 ജില്ലകളാണ്. അതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി അല്ലേ. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് ഇവിടെയൊക്കെ കടൽ തീരം ഉണ്ട്. ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഇടുക്കി, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ഇവിടെയൊന്നും ഇല്ല, കോട്ടയം ഇവിടെയൊന്നും ഇല്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, ആകാശക്കാഴ്ച അല്ല. ഇത് നമ്മൾ നോക്കിയതാണ് സണ്ണല്ല. ആകാശത്ത് ഏതെല്ലാം ഗോളങ്ങളെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ചോദിച്ചത്. സണ്ണ് വലിപ്പത്തിനനുസരിച്ച് പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ സണ്ണാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നമ്മുടെ എർത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മൂണാണ്. ഓക്കെ, ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. പിന്നെ ശരിയായ പ്രസ്താവനയ്ക്ക് നേരെ ശരി ടിക്കെന്നും പിന്നെ തെറ്റ് നേരെ തെറ്റെന്നാണല്ലേ പറഞ്ഞത്. സൂര്യൻ ഒരു നക്ഷത്രമാണ്, ശരിയാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ എന്ന് പറയുന്നത് സൂര്യനാണ്, സണ്ണാണ്. പിന്നെ സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വളരെ അകലെയാണ്, അല്ല അടുത്താണ് അല്ലേ, തെറ്റ്. ഇനി സൂര്യൻ ഭൂമിയെ അപേക്ഷിച്ച് ചെറുതാണ്, തെറ്റാണ്. വലുതല്ലേ. ഇനി നോക്കിയ പ്രസ്താവന, ചന്ദ്രൻ സ്വയം പ്രകാശിക്കാൻ സാധിക്കും, തെറ്റാണല്ലേ അത്. പിന്നെ ചന്ദ്രന്റെ തിളക്കത്തിന് കാരണം എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ രാത്രിയിലെ നിലാവിനും കാരണം എന്താണ്, സൂര്യപ്രകാശമാണ് അല്ലേ. അപ്പൊ പ്രസ്താവന 2 മാത്രമാണ് ശരി. ഓക്കെ, അതും നിങ്ങൾ ശരിയാക്കി. യെസ്, ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ ഈ ടേബിൾ പഠിക്കാതെ പോവരുത്, ഇത് നാളത്തെ ചോദ്യപേപ്പറിൽ നിർബന്ധമായിട്ടും വരുന്നൊരു ചോദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഓരോരോ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ സേവനങ്ങൾ, സർവീസ് എന്താണെന്നാണ് ചോദിച്ചത്. ബാങ്ക് നമുക്കറിയാം പണമിടപാടുകളാണ്. സ്കൂളാണെങ്കിലോ ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നത് വിദ്യാലയത്തിലാണ്. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ക്രമസമാധാന പാലനമാണ്. ദെൻ പഞ്ചായത്ത് ഓഫീസാണ് നമ്മുടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. കണ്ടോ, പഞ്ചായത്ത് ഓഫീസ് എന്താ ചെയ്യുക, ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ ലൊക്കാലിറ്റി. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ, പാഴ്സൽ സർവീസ് അങ്ങനെയും എഴുതാം അല്ലേ. പോസ്റ്റൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു കഴിഞ്ഞു. അടുത്തത് വീട് നിർമ്മിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. കാലാവസ്ഥ, ക്ലൈമറ്റ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. സുരക്ഷിതമായിരിക്കണം, വളരെ സേഫ് ആയിരിക്കണം, അത് ശരിയാണ്. കോൺക്രീറ്റ് ചെയ്ത വീട്, എല്ലാ വീടും കോൺക്രീറ്റ് ആണോ, അല്ല. ഓട് വീടുണ്ട്, ഓല വീടുണ്ട്, എവിടെയായാലും വളരെ സേഫ് ആയിട്ട് ഇരുന്നാൽ മതി അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. വൈദ്യുത അലങ്കാര ബൾബുകൾ എല്ലാ റൂമിലും വേണം, അതൊക്കെ വളരെ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും നിർബന്ധമല്ല. ഓക്കെ, യെസ്, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, A and B ആണ് അല്ലേ. യെസ്, അപ്പോൾ ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ളത്. പിന്നെ ഇതും നമ്മൾ ചെയ്ത സാധനമാണ്, ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത സാധനമാണ് അല്ലേ. നമ്മുടെ ദേശീയ ചിഹ്നത അശോക സ്തംഭമുണ്ട്. പിന്നെ അതാ ദേശീയ മൃഗം ബംഗാൾ കടുവ അല്ലേ, റോയൽ ബംഗാൾ ടൈഗർ ഉണ്ട്. പിന്നെ അതാ മയിൽ തന്നിട്ടുണ്ട്, ദേശീയ പക്ഷി. പിന്നെ ദേശീയ വൃക്ഷം എന്ന് പറയുന്ന ബന്യൻ ട്രീ അല്ലെങ്കിൽ പേരല്ല. ഇപ്പം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇതാ അവിടെ നിങ്ങൾക്ക് മലമുഴ വേഴാമ്പലിനെയും ആനേനെയൊക്കെ തന്നിട്ടുണ്ട്, കണിക്കൊന്ന. ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെയാണ് അല്ലേ. ക്ലിയർ. അപ്പോൾ ദേശീയമാണ് ചോദിച്ചത്, അപ്പോൾ ഇന്ത്യൻ്റെ ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇതാ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റും, നിങ്ങളുടെ ജില്ലേനെ കുറിച്ച് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും എഴുതാൻ വേണ്ടി പറ്റാവുന്നുള്ളൂ. ഇപ്പൊ മിസ്സിന്റെ എന്താ, ഞങ്ങൾ ഇവിടെ കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് എഴുതി. ഇവിടെ കോഴിക്കോടുള്ള അയൽ ജില്ലകൾ എന്ന് പറയുമ്പോൾ മലപ്പുറം, കണ്ണൂർ, വയനാടൊക്കെ തൊട്ടടുത്ത അയൽ ജില്ലകളാണ്. പിന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, പഴശ്ശിരാജ മ്യൂസിയം ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ വാസ്കോഡ ഗാമ വന്നിറങ്ങിയിട്ടുള്ള കാപ്പാട് ബീച്ച്, കോഴിക്കോട് ബീച്ച് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സ്ഥലങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജില്ലേനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇതും എൻ്റെ കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് A ഗ്രേഡ് ഉറപ്പാണ്, അതിലൊരു മാറ്റവും ഇല്ല. അതെ, ഷുവർ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ലൈവുകൾ കണ്ട കുട്ടികളാണെങ്കിൽ എന്താണെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ടോ. ഞങ്ങളും വളരെ ഹാപ്പിയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതുമ്പോൾ നമുക്കത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി വരുന്ന എക്സാമും നമ്മൾ ഉഷാറാക്കുന്നതായിരിക്കും. അപ്പോൾ ലൈവൊക്കെ കൃത്യമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ ബൈ.